ലാംഗ്വേജിലാണ് പറയുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിൽ നടന്ന ഒരു സംഭവം. ചില സ്ത്രീകൾക്ക് സന്ദർഭോചിതമായിട്ട് ബുദ്ധി പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ മലപ്പുറത്തുള്ള ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. 16 വയസ്സായ പൊണ്ണല്ലേ കടന്ന് തുള്ളണത്. ആനക്കണ്ണെങ്കിൽ എടുത്ത് വായിക്കറ. ഉമ്മ പായിക്കും, ഉമ്മ പായിക്കും. ഉമ്മ ഓരുടെ ആടെ പോയി കടന്നിനപ്പ പുള്ളമാർക്ക് പായിക്കുന്നെന്നും പറഞ്ഞ് ഞാൻ കൂടിയാൽ വിട്ടതായിരുന്നു. ഓരുടെ ആടെ പോയി കിടക്കുന്ന ആടിയുടെ ഭർത്താവ് പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും. നീ ആടെ മുണ്ടാണ്ടിരിക്കണേ. വരുന്നുണ്ട് എന്താ പണിയെടുത്തോളി. ആടെ പോയി കിടന്നു. പുള്ളമാർക്കല്ലേ പായിക്കുന്നെന്ന് പറഞ്ഞ ആടെ പോയി. സൈനു, നീ അന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ കൂടിയെ പോയപ്പോ നമ്മക്കാര് സാധനം തരുമെന്ന്. എത്ര ദിവസത്തെ കാശാ കൊടുക്കാനുള്ള ആള്. നീ മുണ്ടാണ്ടിരിക്കും. അവരോട് കിടന്നുറങ്ങാൻ പറയുന്നേ. എന്റെ മനുഷ്യ, ഓർക്ക് 2 ദിവസമായിട്ട് ഇച്ചിരി കഞ്ഞിയെങ്കിലും കുടിച്ചിട്ട്. നിങ്ങൊരു കാര്യം ചെയ്യും. നമ്മ വടക്കേ ഭാവിയില് ഒരു മുയിത്ത ചക്കയില് അത് കേട്ടോളി. ഞാൻ പുള്ളന്മാർക്ക് മേടിച്ചു കൊടുക്കാന്ന്. സൈനബ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലേ തന്നെ മുതലാളിയുടെ വാട കൊടുത്തിട്ടില്ല. ഇനി വേണം ചക്ക കിട്ടുന്നുള്ള പേരും ഈ മുണ്ടാണ്ട് അടയിരുന്നോളി. ഇല്ലപ്പ, ഓരറിയണ്ട. ഒരു പുതിയ പിള്ളേന്റെ വീട്ടിൽ പോയില്ലെന്ന്. നിങ്ങളപ്പ ഞാൻ കത്തിയെടുത്തിട്ട് വരുന്നത്. നോക്കണേ, നമ്മ നോക്കിക്കോളും. ആരും വരൂല. പുയ്യന്റെ പച്ചോനെ മഴ പെയ്തിട്ടുണ്ട്. വൈകുവാണ് സൂക്ഷിച്ച്. അതല്ല അപ്പുറത്ത് ആ മുയിത്ത. എന്തായാലും ഇങ്ങ കേറില്ലപ്പ. മുയിത്ത ചക്കല്ലേ പഠിച്ചോനെ. മുതലാളിയല്ലേ വരുന്നത്. നമ്മളുടെ നാടെ ഇന്നോളി ഉണ്ടണ്ട. പഠിച്ചോനെ പഠിച്ചോനെ പുള്ളമാർക്ക് പയക്കുന്നെന്ന് പറഞ്ഞിട്ട് ഓരോ തൂങ്ങിച്ചാവാൻ. എന്താ സൈനബ, നീ മൂന്നേരത്ത് പടുക്കോട്ട് നോക്കിന്ന് വൈരം എടുക്കണേ. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. എന്റെ മുതലാളി, നമ്മുടെ പുള്ളമാര് 2 ദിവസമായി കഞ്ഞി വെച്ചിട്ട് ഓരോ തൂങ്ങിച്ചാവാൻ കയറിയിട്ട മുതലാളി. അമ്മക്ക് ഞാനുണ്ട് മുതലാളി. അല്ലടാ, നമുക്ക് നീ പുള്ളമാർക്ക് പയക്കുന്നെന്ന് പറഞ്ഞ മരത്തിന്റെ മോളി വലിയ നിങ്ങൾ ഇറങ്ങടാ. നീ ഇറങ്ങുമ്പോ ആ മുയിത്ത ചക്കയും കേട്ടോളി. ഇന്നിപ്പ നിന്റെ പിള്ളമാർക്ക് അത് വേവിച്ചു കൊടുക്കട്ടെ. നമ്മക്ക് 2 മാസത്തെ പാട് തന്നിട്ടില്ലേലും വേണ്ടില്ല.